program. പ്രിയപ്പെട്ടവരെ, നമസ്തേ. 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമായി കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനം പരിമിതപ്പെടുത്തണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം ഏറ്റവും സ്വാഗതാർഹമായ ഒന്നാണ്. അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താനുള്ള നിരന്തരവും ഭ്രാന്തവുമായ ശ്രമങ്ങൾ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പെരുകാൻ കാരണമാകുന്നു. നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ എന്തുമാത്രം കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് എന്ന്. രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്, രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലം മുതൽ ഇവിടെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. പ്രൈമറി ക്ലാസ് മുതൽ കുട്ടികളെ കോച്ചിങ്ങിന് അയക്കുന്ന രക്ഷകർത്താക്കളുടെ സംഖ്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തു വില കൊടുത്തും തങ്ങളുടെ കുട്ടികളെ അക്കാദമിക് രംഗത്ത് ഒന്നാമനാക്കണം എന്ന ചിന്തയാണ് ഇതിനെല്ലാം പ്രേരകം. പരീക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടാൻ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ കോച്ചിംഗ് സെന്ററുകൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുന്നതാണ് നാം ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കണ്ടത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കോച്ചിംഗ് സെന്ററിൽ ഒരിക്കലും അയക്കരുത് എന്നാണ് കേന്ദ്ര നിർദ്ദേശം. എന്നാൽ ഇത് പ്രാവർത്തികമാക്കാനുള്ള ചുമതല കേന്ദ്രത്തിനല്ല, സംസ്ഥാന സർക്കാരുകൾക്കാണ്. കാരണം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിന് മാർഗനിർദ്ദേശം നൽകാം, ഒരു ഗൈഡ് ലൈൻസ് നൽകാം, പക്ഷെ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിനാണ്. അക്കാദമിക് നിലവാരം ഉയർത്തേണ്ടത് ആവശ്യമാണ്, അഭികാമ്യമാണ്. എങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററുകൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദം അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് കോച്ചിംഗ് സെന്ററുകളിൽ പഠിക്കുന്ന പല കുട്ടികളും ഡിപ്രഷനിലേക്ക് എത്തിപ്പെടുന്നത്. ചിലർ ആത്മഹത്യ തന്നെ നടത്തുന്നു. അടുത്ത കാലത്ത് രാജസ്ഥാനിലെ കോട്ടയിൽ കുട്ടികളുടെ ആത്മഹത്യ പെരുകിയതായി നാം വായിക്കുകയുണ്ടായി. ഇത് ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് കോച്ചിംഗ് സെന്ററുകൾക്ക് നിയന്ത്രണം വേണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിലെ ചില പ്രമുഖ വിദ്യാലയങ്ങളിൽ ചെന്നാൽ ഒരു കാഴ്ച കാണാം. അവിടെ ആ സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ, ചിലപ്പോൾ സ്കൂളിൽ തന്നെ ചില പ്രൈവറ്റ് കോച്ചിംഗ് സെന്ററുകളും പ്രവർത്തിക്കുന്നു. അവർക്ക് അവിടെ താവളം ഒരുക്കിയിട്ടുണ്ട്. പ്രശസ്തരായ കോച്ചിംഗ് സെന്ററുകൾ വിദ്യാലയ പരിസരത്തിൽ ഉണ്ടെന്നത് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ കാരണമാകുന്നു. കോച്ചിംഗ് സെന്ററുകൾക്ക് എന്താണ് ആവശ്യം? അവർക്ക് നല്ല മികച്ച അടിസ്ഥാന സൗകര്യം വേണം, നല്ല ശീതീകരിച്ച ഒരു ക്ലാസ് മുറി വേണം, നല്ല സ്മാർട്ട് ബോർഡുകൾ വേണം, ശ്രവണ സഹായികൾ വേണം. ഇതെല്ലാം സൗജന്യമായി നൽകാൻ വിദ്യാലയത്തിൻ്റെ മാനേജ്മെന്റ് തയ്യാറാകുന്നു. കാരണം അവർക്ക് വേണ്ടത് എന്താ? കൂടുതൽ കുട്ടികൾ ഈ കാരണം പറഞ്ഞ് അവരുടെ സ്കൂളിൽ ചേരണം. ഇത് കുട്ടികളെ അവർ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടൈം കഴിഞ്ഞാൽ അവിടെ തന്നെ പോയി നിങ്ങൾക്ക് കോച്ചിങ് നടത്താമെന്ന് പറയുമ്പോൾ കുട്ടികൾ ആകൃഷ്ടരാകുന്നു. അതിനേക്കാൾ ഉപരി രക്ഷകർത്താക്കൾ ആകൃഷ്ടരാകുന്നു. ആ പ്രൈവറ്റ് കോച്ചിങ് സ്ഥാപനങ്ങൾ കുട്ടികളിൽ നിന്നും കനത്ത ഫീസാണ് ഈടാക്കുന്നത്. അതിൽ നിന്നും ആകെ ലഭിക്കുന്ന തുകയിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം സ്കൂളുകൾക്ക് കമ്മീഷനായി കൊടുക്കുന്നു. ഇത് ഒരു വലിയ കച്ചവടമാണ്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. കുട്ടികൾ ഹാപ്പി, രക്ഷകർത്താക്കൾ ഹാപ്പി, മാനേജ്മെന്റ് ഹാപ്പി, പിന്നെ പ്രൈവറ്റ് കോച്ചിങ് സെന്ററുകൾ അതിലേറെ ഹാപ്പി. ആനന്ദലബ്ധിക്ക് ഇതിൽ പരം എന്തു വേണം? സ്കൂൾ സമയം കഴിഞ്ഞാൽ നമ്മുടെ ഈ കോച്ചിങ് സെന്ററുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കും. അവർക്ക് വിദ്യാലയത്തിൽ തന്നെ ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത് കൊണ്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാണ്. കുട്ടികളുടെ അവധി ദിനങ്ങൾ കോച്ചിങ് സെന്ററുകൾക്ക് ബാധകമല്ല. തല്ലിപ്പഴിപ്പിക്കുക എന്ന രസതന്ത്രമാണ് അവരുടേത്. കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഒന്നും അവർക്ക് പ്രശ്നമല്ല. കുട്ടികൾ മൂല്യബോധം വളർത്തുക, ജീവിത നൈപുണ്യങ്ങൾ, ലൈഫ് സ്കിൽസ് വളർത്തുക, ഇതൊന്നും അവരുടെ ലക്ഷ്യമല്ല.
കുട്ടികൾക്ക് കളിക്കാനുള്ള സമയവും അവർ കവർന്നെടുത്തു എന്ന് വന്നേക്കാം. ഞാൻ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാലയത്തിൻ്റെ ആനുവൽ സ്പോർട്സ് മീറ്റ്, വാർഷിക കായിക മേളയിൽ മുഖ്യാതിഥിയായി പോയി. അവിടെ സ്റ്റേഡിയത്തിൽ ചെന്നപ്പോൾ കുട്ടികളൊക്കെ നല്ല അച്ചടക്കത്തോടു കൂടി ഭംഗിയായിട്ട് അണിനിരത്തിയിട്ടുണ്ട്. വെയിലത്ത് നിൽക്കുന്ന കുട്ടികളോട് പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ വിദ്യാലയത്തിൽ സ്പോർട്സിനുള്ള സമയം കൂടി ട്യൂഷൻ ഉപയോഗിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാനവിടെ പ്രസംഗിക്കുന്നതിന് പകരം കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഞാനൊരു മുദ്രാവാക്യം പറയാം, നിങ്ങളത് ഏറ്റു ചൊല്ലണം. എന്നിട്ട് ഞാൻ എൻ്റെ ഉച്ചത്തിൽ പറഞ്ഞു, നോ ഡേ വിതൗട്ട് സ്പോർട്സ്. ആ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അവർ അത് 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞു. സ്പോർട്സിനോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയുള്ള ശബ്ദമായിരുന്നു അത്. അവരുടെ ദേഷ്യവും അവരുടെ നിരാശയും എല്ലാം അവരുടെ ആ മുദ്രാവാക്യം ഉയർത്തിയതിലൂടെ പ്രകടമായിരുന്നു. വിദ്യാലയ അധികൃതർക്ക് ആകെ ഒരു ചമ്മലായിരുന്നു. എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് തോന്നിയതിൽ അത്ഭുതപ്പെടാനില്ല. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ സ്പോർട്സിനുള്ള പങ്ക് അവർ വിസ്മരിക്കുന്നു. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ തോൽപ്പിച്ച ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ പറഞ്ഞത് ഓർമ്മയില്ലേ? ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് വൺ ഓൺ ദ പ്ലേ വീൽസ് ഓഫ് ഈറ്റൺ. ഈറ്റൺ എന്ന് പറഞ്ഞ പബ്ലിക് സ്കൂളിൽ പഠിച്ച പാഠങ്ങളാണ് യുദ്ധത്തിൽ തന്നെ വിജയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. തൻ്റെ വിദ്യാലയത്തിലെ കളിക്കളങ്ങളിലാണ് തന്ത്രങ്ങൾ പഠിച്ചതെന്നും ആ തന്ത്രങ്ങളാണ് താൻ യുദ്ധത്തിൽ പ്രയോഗിച്ചതെന്നും അതാണ് നെപ്പോളിയനെ കീഴടക്കാൻ കാരണമായതെന്നും വെല്ലിംഗ്ടൺ പ്രഭു വിശദീകരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഇന്ന് ആരോട് പറയാനാണ്? ഇതൊക്കെ 4-1 മാത്രമേ നാം പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നുള്ളൂ. 4-1 നാം ഗുരുക്കന്മാരിൽ നിന്നും പഠിക്കണം. പിന്നെ 4-1 കൂട്ടുകാരിൽ നിന്നും പഠിക്കണം. ബാക്കി 4-1 കാലക്രമേണ വരേണ്ടതാണ്. ഇതിനെല്ലാം ഘടകവിരുദ്ധമല്ലേ ഈ കോച്ചിങ് സമ്പ്രദായങ്ങൾ ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് മികവ് കാട്ടാനുള്ള സമ്മർദ്ദങ്ങൾ കൊച്ചുകുട്ടികളുടെ മേൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഭയാനകമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ത്വര അവരിൽ വളർത്തുന്നതിന് പകരം, ഇൻക്വിസിറ്റീവ്നെസ് വളർത്തുന്നതിന് പകരം പഠന ഭാഗങ്ങൾ ഹൃദയസ്ഥമാക്കാനാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. ഇതാണ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, അവർ പറഞ്ഞു കൊടുക്കുന്നത് അതങ്ങ് അതേപടി അങ്ങ് വിഴുങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ A+കൾ സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾ സ്കൂളുകളിൽ പോയി നോക്കൂ, സ്കൂളിൻ്റെ മുമ്പിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് വലിയ കൂറ്റൻ ബോർഡുകളാണ്, ഫ്ലെക്സ് ബോർഡുകളാണ്. A+ കിട്ടി, എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികളുടെ ചിത്രമായിരിക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. എല്ലാ വിഷയത്തിലും ഇത്രയധികം A+ കിട്ടിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ JEE പരീക്ഷ അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ, അതിലൊക്കെ നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോകുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലേ? അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ്? അത് പരിഹരിക്കണമെങ്കിൽ കുട്ടികൾക്ക് ജീവിത നൈപുണ്യങ്ങൾ, ലൈഫ് സ്കിൽസ് കൊച്ചു ക്ലാസ് മുതൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഭാവിക ചെയ്യുന്നത്. ഭാവിക കോച്ചിങ് ഒന്നും നടത്തുന്നില്ല, പഠന അക്കാദമിക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഭാവിക ചെയ്യുന്നത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അവർക്ക് നൈപുണ്യമുണ്ടാകേണ്ട ചില വിഷയങ്ങൾ അത് എടുത്ത് അതിൽ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഓൺലൈനിൽ കൂടെ കൊടുക്കുന്നു. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർക്ക് 8ാം ക്ലാസ് മുതൽ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അത്രയും അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ പറഞ്ഞ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം ക്രമാനുഗതമായി ഉണ്ടാകുന്നു. യോഗ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ലൈഫ് സ്കിൽസ് തുടങ്ങിയ വിഷയങ്ങളാണ് ഭാവികയിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നുവെന്ന് ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ പരിപാടി തുടങ്ങി 4 മാസം കഴിഞ്ഞപ്പോഴേക്കും 10,000 കുട്ടികൾ ഭാവിയിൽ ജോയിൻ ചെയ്തത്. ഇതുപോലെയുള്ള ലൈഫ് സ്കിൽസ് മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവേണ്ടതാണ്.
അത് ഞങ്ങൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ നിർബന്ധമായും ഇത് ചെയ്തേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. കോച്ചിങ് സെൻ്ററുകളിലെ ഫീസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതിലൊന്നും ഒരു നിയന്ത്രണവുമില്ല. കനത്ത ഫീസ് കൊടുക്കാൻ സാധാരണക്കാർക്ക് കഴിയുമോ? അപ്പോൾ സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് മാത്രമേ കുട്ടികളെ കോച്ചിങ് സെൻ്ററുകളിൽ അയക്കാൻ സാധിക്കുകയുള്ളൂ. അതിനവർക്കൊരു പ്രയാസവുമില്ല. ഇത് സാമ്പത്തിക അസമത്വങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ തീരുമാനം ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും സ്വാഗതം ചെയ്യപ്പെടേണ്ടുന്ന ഒന്നുമാണ്. എന്നാൽ ഇത് നടപ്പിലാക്കാനുള്ള ചുമതല കേന്ദ്രത്തിനല്ല, കേരള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കാണ്. അതവർ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. കാരണം നമ്മുടെ കുട്ടികളെ മികവുള്ളവരാക്കണമെങ്കിൽ അവർക്ക് പഠനകാര്യങ്ങളിൽ മാത്രം മികവുണ്ടായാൽ പോരാ. എല്ലാ വിഷയങ്ങളിലും അവർക്ക് പഠനത്തിലും കായിക ക്ഷമതയിലും കലാപ്രകടനങ്ങളിലും എല്ലാം അവർ മുൻപന്തിയിലാവണം. അതോടൊപ്പം ജീവിത നൈപുണ്യങ്ങൾ അവർക്കുണ്ടാവണം. നല്ല കോൺഫിഡൻ്റ് ആവണം. നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളാക്കി അവരെ മാറ്റിയെടുക്കണം. അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നത്. അതിന് ഉള്ള മാർഗമാണ് കേന്ദ്ര സർക്കാർ കാണിച്ചു തരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അത് ഏറ്റവും അധികം സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്നായി മാറുന്നത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഭാവിക, a student enrichment